സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ അതുപോലെ ഗ്രാസ് റൂട്ടിലുള്ള വർക്ക് നടന്നിട്ടില്ല. പ്രകടനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് സത്യമാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേങ്കിൽ വോട്ടർമാരുമായിട്ടുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജനങ്ങൾ അത്രത്തോളം ജയിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ശരിയാവണമെന്നില്ല, നമുക്കൊരു അറിയാം. ഓക്കെ ചേട്ടാ, ആര് ജയിക്കാനുള്ള പ്ലാനല്ല? ജയിക്കട്ടെ, ആര് ജയിച്ചാലും നാട് നന്നായി ഭരിച്ചാൽ മതി. എന്നാലും ഒരു പ്രതീക്ഷ ഇല്ല. സുരേഷ് ഗോപി ജയിക്കട്ടെ, സുനിൽകുമാറുണ്ട്, ചേഞ്ചസ് വരട്ടെ. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കണം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലി അത് ആവുന്ന അറിയില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും ജയിക്കണമെന്നുണ്ട്. നോക്കാം, ബാക്കി ജനങ്ങളിലല്ലേ, എന്തായാലും ഒന്നും അറിയുമല്ലോ. അതെ അതെ അതെ. സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അറിയില്ല സത്യത്തിൽ. ജയിക്കുമെന്ന് വിചാരിക്കണോ, നോക്കാം. ആര് ജയിക്കും എന്ന് പിടിക്കാമോ? ആര് ജയിക്കുന്ന പറയണം, നമ്മുടെ ഉദ്ദേശം സുരേഷ് ഗോപി ജയിച്ച് വരണം. സുരേഷ് ഗോപി പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ടോ? അതെ. ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ജയിക്കാൻ ചാൻസ് ഉണ്ട്. ശരി കേട്ടോ. മലയാളി എനിക്ക് അത്രയ്ക്ക് അറിയാതാണ്. സുരേഷ് ഗോപി തന്നെ വരണം. അതാ പ്ലാൻ. സുരേഷ് ഗോപി എന്ത് ജയിക്കാൻ തോന്നുന്നു? കാരണം നല്ല ആളാ, ആൾ വന്നാ നല്ല പണി നല്ല ചെയ്ത് കൊടുത്താരോ. ഓക്കെ ചേട്ടാ, ശരി ഓക്കെ. തോന്നുന്നത് അങ്ങനെ ആര് ജയിക്കണമെന്നില്ല, ആര് ജയിച്ചാലും നാട് നല്ലോണം പോലെ കൊണ്ടുനടക്കുന്ന ഒരാൾ ജയിക്കട്ടെ. അതെ. എന്നാലും റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഒരു പ്ലാൻ കൂടുതലും സുരേഷ് ഗോപിക്ക് കൂടുതൽ ചാൻസ് കാണണം. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റം ഉണ്ടാവുന്ന നല്ലൊരു മനുഷ്യന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ തോന്നുന്നു. ഓക്കെ, ശരിയാവട്ടെ. ശരി, ഭംഗിയായിട്ട് രീതിയിലൊന്നും പറയാൻ പറ്റും. അത് സംബന്ധിച്ച് എന്നാലും ഒരു പ്രതീക്ഷ നിങ്ങൾക്കൊരു ഇതുണ്ടാവില്ല. കേരളം ഉറ്റുനോക്കുന്ന വടകരയിൽ നിന്ന് വരുന്ന ആൾക്കാർ. അതെ. എന്നാലും ഇവിടെ ആയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ നമുക്ക് പ്രതീക്ഷ സുനിൽകുമാർ ആയിരിക്കും. അതെ അല്ലേ? അതെ. ചേട്ടാ, തോന്നുന്നു സുനിൽകുമാർ ചാൻസ് അല്ലേ? ഓക്കെ, താങ്ക് യു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? സുരേഷ് ഗോപിയെ ജയിക്കാൻ മറ്റു രണ്ടാളും കൂടി സമ്മതിക്കൂല. ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് പ്രശ്നമില്ല. എന്നാലും നമ്മുടെ അഭിപ്രായത്തിൽ ആരാണത്? പറയ്, ആരും ചേർന്ന ആള്. അത് പറയണ്ട, എന്തൊക്കെയാണ് എന്തിനാണ് അതന്നെ സുരേഷ് ഗോപി വരുന്നതാണ് ഇപ്പം എല്ലാവരുടെയും അഭിപ്രായം. ചോദിച്ചു നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി ആട്ടൻ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർ നടന്നുകൊണ്ടിരിക്കല്ലേ? അതെ, വോട്ടറിന് നടക്കുകയല്ലേ, എന്തായാലും അറിയാം. മിക്കവാറും വിചാരിക്കണം. ഓക്കെ, താങ്ക് യു. അറിയാം. പത്തനംതിട്ടയിലായിരിക്കും. പത്തനംതിട്ട എവിടെയാണ്? ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ജയിക്കണമെന്നാണ് വിശ്വാസം. നല്ലൊരു മനുഷ്യനല്ലേ, അതായത് ജയിച്ചില്ല പിന്നെ ആരും അദ്ദേഹം ജയിക്കണമെന്നാണ് എല്ലാം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണ സാറിന് ജയിക്കും എന്നാണ് മഹാദേവയുടെ മണി എന്ന് പറയുന്നത്. മറ്റേ 20 ലോകസഭാ മണ്ഡലമുണ്ട്. 13-7 ഞാൻ കണക്കൂട്ടുന്നത്. രാധാകൃഷ്ണൻ എൻ്റെ പേര്. അല്ല, ആയിരിക്കും അത് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കും. ഇവിടെ ആയിരിക്കും. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഏറെക്കുറെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഇടാ നമുക്ക് സന്തോഷം കേട്ടോ. അവിടെ ആളുകൾ ജയിക്കണം. BJP ജയിച്ചാലേ നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. ആള് ജയിക്കണം. ഓക്കെ. ആരോഗ്യം ഉറപ്പാണ്. ഇലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നത്? ആരോഗ്യം രണ്ടു വാക്ക് പറഞ്ഞോ. എന്നാലും ഏകദേശം ചേർന്ന് ഇഷ്ടം ആരോഗ്യം ഉറപ്പ് തോന്നുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? അപ്പോൾ സുനിൽകുമാറിന് മുരളീധരനോ? സുനിൽകുമാറും മുരളീധരനോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ വലിയ ഇതില്ല, പ്രതീക്ഷയ്ക്ക് വഴിയില്ല. ഇല്ല അല്ലേ? ഓക്കെ ഏട്ടാ.